സ്വിഗ്ഗി തൊഴിലാളികളുടെ സമരമായിരുന്നു. അവർക്ക് അടിസ്ഥാന വേതന നമ്മളൊക്കെ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യുന്ന ആളുകളാണ് അല്ലെ, ഞാനൊക്കെ ഡെയിലി ആശ്രയിക്കുന്നതാണ്. അപ്പോൾ അവരിന്ന് ഒരു അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവരുടെ ആ സമരം ഒരു വിഭാഗം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഉടൻ പ്രശ്നപരിഹാരം കാണുമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് നടപടി. അതേസമയം കോഴിക്കോട്ടെ സ്വിഗ്ഗി ജീവനക്കാർ സമരം അവസാനിപ്പിച്ചിട്ടില്ല. ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത്. ഗോകുൽ തന്നെയായിരുന്നു രാവിലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഗോകുൽ, ഇങ്ങനെ അടിസ്ഥാന വർഗത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് ചെയ്യാനാകുന്ന ഒരു കാര്യം. അതാണ്, അത് ചെയ്യുകയും ചെയ്തിരുന്നു ഗോകുൽ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു വിഭാഗം സമരം അവസാനിപ്പിച്ചത് മന്ത്രിയുടെ ഉറപ്പിന്മേലാണ്. മന്ത്രി എങ്ങനെയുള്ള ഉറപ്പാണ് അവർക്ക് നൽകിയത്? അതിൽ അവർ പൂർണ്ണമായും തൃപ്തരാണ്. അക്ഷയ, പൂജ, സന്ധ്യ, അതുപോലെ തന്നെ ഈ വാർത്തയിലേക്ക് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കാര്യം ഈ അടിസ്ഥാന വേതനം പോലും പല തൊഴിലാളികൾക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇൻഷുറൻസ് പരിരക്ഷയില്ല, ഒപ്പം സാമാന്യ വേതനത്തിനും താഴെയാണ് ഇവർ ജോലി ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് പരിരക്ഷ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് സംസ്ഥാനത്തെ ഇത്തരത്തിൽ പ്രമുഖ ഓൺലൈൻ ബ്രാൻഡായ അല്ലെങ്കിൽ ഓൺലൈൻ കമ്പനിയായ സ്വിഗ്ഗി അടക്കമുള്ള കമ്പനികളിലെ വിതരണക്കാർ തൊഴിലെടുത്ത് വന്നിരുന്നത്. അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഇവർ സമരവുമായി മുൻപോട്ട് പോകുന്നതും ഇന്ന് അനിശ്ചിത കാലത്തേക്കുള്ള ഒരു സമരവുമായി സംസ്ഥാന വ്യാപക സമരത്തിലേക്ക് ഇവർ പോവുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ അത് ചർച്ചയിലേക്ക് വരികയും മന്ത്രി വി ശിവൻകുട്ടി തന്നെ അത് ഏറ്റെടുത്ത് സമരവുമായി മുൻപോട്ട് പോകുന്ന ആളുകളോട് ചർച്ച നടത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സമരം പിൻവലിക്കാൻ സംസ്ഥാന കമ്മിറ്റി തയ്യാറായിട്ടുള്ളത്. എന്തായാലും കോഴിക്കോടെയും സമരം ഇന്നൊരു ദിവസം കൊണ്ട് നിലയ്ക്കുന്നതായിരിക്കും. 23-ാം തീയതി ലേബർ കമ്മീഷണറേറ്റുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തും. കമ്പനിയുമായി ചർച്ചകൾ നേരിട്ട് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം തന്നെ ചർച്ച നടത്തും. ചർച്ചയിൽ പ്രധാനമായിട്ട് ഈ തൊഴിലാളികൾ ഉന്നയിക്കുക 13 ആവശ്യങ്ങളാണ് അവർക്കുള്ളത്. അതിൽ ഇൻഷുറൻസ് പരിരക്ഷ വേണം, വിശ്രമത്തിനുള്ള സമയം, അതേപോലെ തന്നെ ശുചിമുറി സംവിധാനങ്ങൾ അടക്കമുള്ള ഉണ്ടാകണമെന്നുള്ള സ്വാഭാവികമായ ചില പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുകയും വെയിലത്തും ഒക്കെ ഒരുപോലെ പണിയെടുക്കുന്നവരാണല്ലേ. നമ്മൾ വീട്ടിലിരുന്ന് ഒന്ന് ഫോണിൽ കുത്തുമ്പോൾ ഭക്ഷണം കൊണ്ട് തരുന്നവരാണ്. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അതുകൂടി പരിഗണിക്കേണ്ടത് തന്നെയാണ്. തൊഴിൽ വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഉറപ്പ് നൽകുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സ്വിഗ്ഗിയുമായിട്ട് മന്ത്രി ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുക എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. എന്നാൽ ലേബർ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ അടിസ്ഥാന വേതനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ആ തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പിന്മേലാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്.